എടാ നിങ്ങളുടെ SLCയുടെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി എക്സാം എങ്ങനെ നമുക്ക് A+ വാങ്ങാം, അതിനൊരു ക്ലിയർ ഒരു ചെക്ക് ലിസ്റ്റ് നിഹാൽ സാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് യൂസ്ഫുൾ ആവുക, അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ചുമ്മാ ഞാൻ PDF ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 90% കാര്യങ്ങൾ ഓക്കെ ആവും. ഞാൻ ഈ വീഡിയോ കൂടി കണ്ടാൽ 100% അത് വെച്ച് നമുക്ക് എങ്ങനെ പഠിക്കാം, അതിൽ എന്തൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ബേസിക്കലി നമുക്ക് ഇതാണ് നമ്മുടെ PDF, പിന്നെ SLC ഹിസ്റ്ററി ഓൾ ചാപ്റ്റർ A+ ചെക്ക് ലിസ്റ്റ് ആണ്. പിന്നെ ഇതാ ഫസ്റ്റ് ചാപ്റ്റർ ഹ്യൂമണിസം. ഇതിൽ ചാപ്റ്റർ വെയിറ്റേജ് നമ്മൾ ഗവൺമെൻറ് പറഞ്ഞ ചാപ്റ്റർ വെയിറ്റേജ് അവിടെ കൊടുത്തു 6 മാർക്ക് അല്ലേ. അത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈ റെഡ് കളറിൽ ഞാനിട്ട് 6 ഉണ്ട്. നിങ്ങൾ ഈ റെഡ് കളറിൽ ഇട്ട് 6, ഈ റെഡ് കളറിൽ ഞാനിട്ട് 6 എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ വെയിറ്റേജ് ആണ്, അതാണ് 6. ഈ അടുത്ത 6 എന്ന് പറഞ്ഞാൽ ശരിക്കും ആ വെയിറ്റേജിന് തന്നെയാണോ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദ്യം ചോദിച്ചത് എന്നാണ് ആ രണ്ടാമത്തെ 6 ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പോൾ രണ്ടും 6 ആണെങ്കിൽ ഓക്കെ ആണ്, രണ്ടും സെയിം മാർക്കാണ് ചോദിച്ചത്. ഇവിടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്കൊക്കെ ഒരു 1 മാർക്കിൻ്റെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ഒരു essay. ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് എവിടെ ചോദിച്ചത്, നമ്മുടെ ഈ 1ാം ചാപ്റ്ററിന് ചോദിച്ചത്. MCQ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ടോപ്പിക്കിൽ നിന്ന് MCQ ചോദിക്കാം, അത് ആർട്ടോ ലിറ്ററേച്ചറോ ആർക്കിടെക്ചറോ ഏത് മേഖലയിൽ നിന്ന് ചോദിക്കാം. അത് നമ്മൾ ശരിക്കും MCQക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് സമയം മാറ്റി വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാം. അല്ലാണ്ട് നിങ്ങളൊരു essay പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളത് ചോദ്യം MCQ ആയിട്ട് ചോദിക്കാം. അതുകൊണ്ട് MCQ നിങ്ങൾ വലിയൊരു സംഭവമാക്കി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഉള്ള essay നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഡീറ്റെയിൽ ആയി പഠിച്ചാൽ തന്നെ MCQ നമുക്ക് കവർ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി 5 മാർക്കിന് essay ചോദിക്കാനുള്ള, ഇപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഇതെന്നെ ചോദിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, എന്നാൽ എനിക്ക് തോന്നുന്ന ചില അതിൽ ഒന്നാമത് ബാക്ക്ഗ്രൗണ്ട് റിനൈസൻസ്. വൈ റിനൈസൻസ് ഇൻ ഇറ്റലി, എന്തുകൊണ്ടാണ് നവോത്ഥാനം ഇറ്റലിയിൽ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇറ്റലിയുടെ സവിശേഷതകളുണ്ട്, പ്രധാനമായും ഇറ്റലിയുടെ പിന്നെ അവരുടെ ട്രേഡിനെ പറ്റി എഴുതണം, അതുപോലെ തന്നെ അവരുടെ കൊമേഴ്ഷ്യലൈസേഷനെ പറ്റി എഴുതണം, പിന്നെ എന്താണ് ബിബോണിക് പ്ലാഗ്, പിന്നെ ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അങ്ങനെ 4-5 പോയിന്റുകൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ക്രൂസൈഡ്സ്, കുരിശുദ്ധങ്ങൾ. അപ്പോൾ അത് മതി, ഞാൻ ഈ പറഞ്ഞ 5 പോയിന്റ് ശരിക്കും കറക്റ്റ് എഴുതി വെക്കുക. നിങ്ങളുടേതായ രീതിയിൽ അതൊന്ന് ഡീറ്റെയിൽ ചെയ്ത് എഴുതി കൊടുത്താൽ 5 മാർക്ക് അവിടെ കിട്ടി. അപ്പോൾ essay വലിയ സംഭവമൊന്നുമില്ല, നമ്മൾ എങ്ങനെയാണ് essay നമ്മൾ പഠിക്കുന്ന രീതി നോക്കേണ്ടത്. ഇനി രണ്ടാമത്തെ റിനൈസൻസ് ഇൻ പെയിന്റിങ്സ്. ഇപ്പോൾ ചിത്രകലയിൽ നവോത്ഥാനം വരുത്തിയ മാറ്റം, അത് കഴിഞ്ഞ മോഡലിൽ ചോദിച്ചാണ്, നമുക്ക് വേണമെങ്കിൽ ചോദിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിഫോർമേഷൻ, കൗണ്ടർ റിഫോർമേഷൻ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പിന്നെ റിനൈസൻസ് ലിറ്ററേച്ചർ, സാഹിത്യത്തിൽ നവോത്ഥാനം എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നു, അതിൻ്റെ കൂടെ തന്നെ സയൻസും. ഒന്നെങ്കിൽ സാഹിത്യം ചോദിക്കാം, അല്ലെങ്കിൽ സയൻസ് ചോദിക്കാം. കാരണം കൗണ്ടർ റിഫോർമേഷൻ പിന്നെ റിഫോർമേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കഴിഞ്ഞ ഒരു എക്സാമിന് അതിൻ്റെ ഒരു ചോദ്യങ്ങൾ ഞാൻ അധികം വലിയ ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല. ഇപ്പം പക്ഷേ ചോദിച്ച് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതാ, നമ്മൾ ഈ പറയുന്ന പിന്നെ റിനൈസൻസ് പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ പിന്നെ ആർക്കിടെക്ചർ, അങ്ങനത്തെ ചില കാര്യങ്ങളാണ് കൂടുതലായി ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മളെ കമ്മിങ് പബ്ലിക് എക്സാമിന് അങ്ങനത്തെ ചോദ്യം വേണമെങ്കിൽ ചോദിച്ചാൽ. അപ്പോൾ ഈ ഒരു എസ്സേക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഇതൊക്കെ കവർ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. റെഡി. ഇത് നമ്മൾ രണ്ടാമത്തെ ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിലേക്ക് പോകുകയാണെങ്കിൽ നമുക്കറിയാം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം സെക്കൻഡ് ചാപ്റ്ററാണ്. 4 മാർക്കാണ് വെയിറ്റേജ്, 4 മാർക്ക് തന്നെയാണ് ചോദിച്ചത്. 4 മാർക്കിൻ്റെ ഡയറക്റ്റ് ഒരു ചോദ്യമാണ് ആ ചാപ്റ്റർ ചോദിച്ചത്. അപ്പോൾ കഴിഞ്ഞ നമ്മളെ പിന്നെ ചോദിച്ചത് നമ്മുടെ എന്താണ് മിഡിൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണെങ്കിൽ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത്തവണ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നെപ്പോളിയൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആണ്, നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. അത് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്, അത് ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് പഠിച്ചു വെക്കുക. പിന്നെ റോൾ ഓഫ് മിഡിൽ ക്ലാസ് ഇൻ ഫ്രഞ്ച് റവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ മെയിൻ ഐഡിയാസ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തെല്ലാം. ഇമ്പോർട്ടൻസ് ഓഫ് ടെന്നീസ് കോട്ട് ഹൗസ്, എന്താണ് ടെന്നീസ് കോട്ട് ഹൗസിൻ്റെ ഇമ്പോർട്ടൻസ് എന്ത്, കാരണം അവിടെ വെച്ചിട്ടാണ് ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നാഷണൽ അസംബ്ലി കൊണ്ടുവന്ന റിഫോംസ് എന്തെല്ലാം. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കാണുന്നു പബ്ലിക് എക്സാമിൽ. അപ്പോൾ ഇത്തരം ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യുക, നിങ്ങൾ കവർ ചെയ്യുക. റെഡി. ഇനി സോഷ്യൽ അനാലിസിസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ചെറിയൊരു ചാപ്റ്ററാണ്, വെറും 2 മാർക്കിന് ചോദിക്കുന്നതാണ്. വലിയ സമയമൊന്നും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി കൊടുക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പോൾ സോഷ്യൽ അനാലിസിസ്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ 2 മാർക്കിന് ചോദിക്കുക. ഡയറക്റ്റ് ഒരു ചോദ്യമായിരിക്കും ചോദിക്കുക. ഇപ്പോൾ ലൈക്ക് നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയും 3 ടോപ്പിക്കാണ്. ഒന്ന് ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജിൻ്റെ, പിന്നെ സാമാന്യ ജ്ഞാനബോധന പരിമിതികൾ പഠിക്കുക. അതുപോലെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഫീച്ചേഴ്സ് പഠിക്കുക. അതുപോലെ എന്താണ് ഡിഫൈൻ സോഷ്യൽ ഇമാജിനേഷൻ, സമൂഹ സങ്കല്പം എന്തോന്ന് ഡിഫൈൻ ചെയ്യുക. ഇതൊക്കെ ആയിരിക്കും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ്. ഇനി ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, 2 മാർക്കേ ആകുള്ളൂ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കി എഴുതിയെടുക്കുക. റെഡി. ഇനി അടുത്ത് വെൽത്ത് ആൻഡ് ദി വേൾഡ്, അല്ലെ സമ്പത്തും ലോകവും. ഇത് നമ്മൾ essay ഒക്കെ വലിയ സംഭവമായി എക്സ്പെക്റ്റ് ചെയ്തൊരു ചാപ്റ്റർ ആയിരുന്നു, പക്ഷേ ക്വസ്റ്റ്യൻ്റെ പാറ്റേണൊക്കെ മാറ്റേണ്ടായിരുന്നു മോഡൽ എക്സാമിന്. 5 മാർക്കാണ് പിന്നെ മോഡൽ എക്സാമിന് ഇത് പറഞ്ഞത്, പക്ഷേ 6 മാർക്കിൻ്റെ ചോദ്യം എവിടെ ചോദിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇവിടെ ഇട്ടത് കണ്ടെങ്കിൽ 5 മാറും വെയിറ്റേജ് 5 ചോദിച്ചെങ്കിലും 6 മാർക്കിൻ്റെ ചോദ്യം എവിടെ ചോദിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിന് ഈ ചാപ്റ്ററിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ഒരു ചോദ്യവും 4 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ 2 മാർക്കിൻ്റെ ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചത്. 2 മാർക്കിൻ്റെ
പിന്നെ ഇമ്പോർട്ടൻസ് മെർക്കന്റിലിസം, എന്താണ് മെർച്ചൻ്റ് ക്യാപിറ്റലിസം, അല്ലെങ്കിൽ എന്താണ് തീവ്ര ദേശീയത, എന്താണ് സമഗ്രാധിപത്യം, വേഴ്സായി ട്രീറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ത്, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 2 മാർക്കിന് ചോദ്യമായി വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പോൾ 2 മാർക്കിന് ശരിക്കും 2 മാർക്കിന് ചോദ്യം ചോദിക്കുമ്പോൾ എന്താണ് ആ കൺസെപ്റ്റ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ. ഇനി അതുപോലെ 4 മാർക്ക് ടോപ്പിക്കിൽ വരികയാണെങ്കിൽ സഡൻ റീസൺ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം എന്ത്, ആർച്ച് ഡ്യൂക്കിൻ്റെ കൊലപാതകവും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എഴുതുന്നുണ്ട്. പിന്നെ ഫാർ റീച്ചിങ് കോൺസിക്വൻസ് ജിയോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ, ഭൂമിശാസ്ത്ര പര്യവേഷണത്തിൻ്റെ അനന്തരഫലങ്ങൾ, വ്യവസായ വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും അതുപോലെ കോട്ടങ്ങളും, നാസിസവും ഫാഷിസവും, അതുപോലെ പിന്നെന്താണ് ചേഞ്ച് ടു ആഫ്റ്റർ പ്ലേസ് ഓഫ് ഇൻഡസ്ട്രിയൽ, വ്യവസായ വിപ്ലവത്തിന് ശേഷം സംഭവിച്ച മാറ്റങ്ങൾ എന്തെല്ലാം, അതുപോലെ പിന്നെന്താണ് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പിന്നെ പെട്ടെന്നുള്ള കാര്യം, അതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു 4 മാർക്ക് ലെവൽ ചോദ്യങ്ങളായി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന ലെവൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇനി പബ്ലിക് ഒപ്പീനിയൻ ഡെമോക്രസി നമ്മുടെ 5ാം ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ 4 മാർക്കാണ് വെയിറ്റേജ്, 4 മാർക്കാണ് ഞാൻ ചോദിച്ചത്. ഡയറക്റ്റ് ഒരു 4 മാർക്കിൻ്റെ ചോദ്യമാണ് നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ചത്. അപ്പോൾ ഇവിടെ പൊതുജനാഭിപന്റെ സവിശേഷതകൾ, അതുപോലെ തന്നെ പൊതുജനാഭിപന്യ രൂപപ്പെടുന്ന ഏജൻസികൾ, പൊതുജനാഭിപന്യം രൂപപ്പെടുന്നതിൽ കുടുംബം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പങ്ക്, ഇത് മാറി മാറി ചോദ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലിയും എഡ്യൂക്കേഷനൊക്കെ, അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ റോള്, പിയർ ഗ്രൂപ്പിൻ്റെ റോള്, ഇങ്ങനെ ഓരോ റോൾ സെപ്പറേറ്റ് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പോൾ അത് ഓരോന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ രീതിയിൽ മനസ്സിലാക്കി വെക്കാം. പിന്നെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ പാർട്ടിയുടെ പങ്കെന്ത്, നമ്മുടെ ഡെമോക്രസിയിൽ ഒപ്പോസിഷൻ പാർട്ടിയുടെ റോൾ എന്ത്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻ ദ ഫോർമേഷൻ പബ്ലിക്, ഇപ്പോൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങൾ എന്നെല്ലാം. അതാണ് ഞാൻ ഈ പച്ച ലൈനിട്ട് വരച്ചത്. കുറച്ചും കൂടി ചോദിക്കാൻ എൻ്റെ മനസ്സിൽ സാധ്യതയുള്ളതാണ്, ഒരിക്കലും തന്നെ ആണെന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ ഒരു മനസ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയ കാര്യങ്ങൾ ഞാനിവിടെ ഗ്രീനിലായിട്ട് ഞാൻ പ്രത്യേകം മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. പിന്നെ മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റത്തെ ശരിക്കും ഇതൊക്കെയാണ് ശരിക്കും കഴിഞ്ഞ മോഡൽ എക്സാമിന് അവർ എന്തിനാണ് വെയിറ്റേജ് ഇട്ടതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിപ്പോയി. ഞാൻ പിന്നെ അങ്ങനെ ഒരു വീഡിയോ നിങ്ങളെ ടെൻഷൻ അടുപ്പിക്കേണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ചെയ്തു. അപ്പോൾ ശരിക്കും മോഡൽ എക്സാമിന് 6 മാർക്കാണ് ശരിക്കും നമ്മുടെ വെയിറ്റേജ് എന്ന് പറഞ്ഞ് വന്ന മാർക്ക്. പക്ഷെ എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 11 മാർക്കിൻ്റെ ചോദ്യമാണ് കഴിഞ്ഞ മോഡൽ എക്സാമിന് ഈ ചാപ്റ്റർ മാത്രം ചോദിച്ചത്, 6ാം ചാപ്റ്ററിന്. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ച ചാപ്റ്ററായിട്ട് മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്ന ചാപ്റ്റർ മാറിയൊക്കെ ചെയ്തത് അല്ലേ. അപ്പോൾ അതുപോലെ നോക്ക് നിങ്ങൾ. പിന്നെ ഇതിൽ എസ് എ ചോദിക്കാനുള്ള നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് 99% എസ് എ ചോദിക്കാൻ സാധ്യതയുള്ള. ഇപ്പോഴും ഞാൻ പറയുന്നത് ഇത് മാത്രം നിങ്ങൾ പഠിച്ചു പോരുത്, 99% ചോദിക്കാൻ സാധ്യതയുണ്ട് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ഇതൊന്നും അല്ലാതെ മറ്റേ ടോപ്പിക്കിന് ഏത് പിന്നെ ആൾട്ടർനേറ്റീവ് പാർട്സ് എന്ന രീതിയിൽ സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ള കുറേ ടീംസ് ഉണ്ടല്ലോ, നമ്മുടെ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, അങ്ങനത്തെ ടോപ്പിക്ക് വേണമെങ്കിൽ ചോദിച്ചേക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 100% എന്നാലും എൻ്റെ മനസ്സ് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തവണ എസ് എ ചോദിക്കുന്നതാണ്, അറിയില്ല, നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയി നമ്മൾ ഇമ്പോർട്ടൻറ്റ് നോക്കുന്നത്, അതായത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 2 മാർക്ക് ചോദ്യം ചോദിക്കുന്നുണ്ട്, 1 മാർക്കിന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ 2 മാർക്ക് അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ ലൈക്ക് 2 മാർക്കിന് ചോദ്യങ്ങൾ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഗാന്ധിജിയുടെ ഏർലി സ്ട്രഗിൾ ചോദിക്കാം, സുഭാഷ് ചന്ദ്രബോസിൻ്റെ റോൾ, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ റവല്യൂഷണറി മൂവ്മെൻറ്റ്സ് ആയിട്ടുള്ള ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, ആ 3 കാര്യങ്ങളും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ചോദ്യം ചോദിക്കാം. പിന്നെ ആൻറ്റി സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരങ്ങളെ പറ്റി ചോദിക്കാം, പെസൻസ് കർഷക പ്രസ്ഥാനങ്ങളെ പറ്റി ചോദിക്കാം, ലാഹോർ കോൺഫറൻസിന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളെ പറ്റി ചോദിക്കാം. കാരണം ഇതിൽ കുറച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ചാപ്റ്ററായി നമ്മൾ ഒന്നായി സ്ട്രെസ് കൊടുത്ത് പഠിക്കണം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇതേ പാറ്റേൺ തന്നെയാണോ അടുത്ത പബ്ലിക് എക്സാമിന് ചോദിക്കാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ മോഡൽ എക്സാം ഒരു മോഡൽ പേപ്പർ ആയതുകൊണ്ട് സംടൈംസ് നമുക്ക് ഒരു സാധനം നമ്മുടെ കയ്യിലുള്ള വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് മാർക്കിൽ ചോദിച്ചു. ഇനി 1 മാർക്ക് ടോപ്പിക്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഈ ചാപ്റ്റർ ചോദിക്കും. അത് ചോദിക്കാൻ സാധ്യത സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ ചോദിക്കാം, ബർദോളി പ്രസൻസും. കാരണം നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് ബർദോളി. ആകെ മുമ്പേ പറ്റി നമുക്ക് ഈ ടോപ്പിക്കിൽ പഠിക്കാം, അത് വേണമെങ്കിൽ ചോദിക്കാം. ഗാന്ധിയുടെ ഏർലി സ്ട്രഗിൾ, ചൗരി ചൗര ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ടത്, സ്വരാജ് പാർട്ടി, റാംബ കലാപങ്ങൾ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഉള്ളിലുള്ള ചെറിയ ടോപ്പിക്സ് ഒക്കെ 1 വേർഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഗ്ലിംസ് ഓഫ് ഫ്രീ ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന് നോക്കുകയാണെങ്കിൽ 4 മാർക്ക് തന്നെയാണ്, 4 മാർക്കിന് ചോദ്യം ചോദിച്ചത്. ഇവിടെ ചോദിച്ചത് 1 മാർക്ക് ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് 1 മാർക്ക് ചോദിച്ചത്. അതുകൊണ്ട് മാച്ച് ദ ഫോളോയിങ് എന്നെ ചോദിക്കണം എന്നില്ല, പക്ഷേ ഒരു മോഡൽ തന്നുകൊണ്ട് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ് തന്നെ ഈ ചാപ്റ്ററിന് ചോദിക്കാം അല്ലേ. കാരണം മാച്ച് ദ ഫോളോയിങ് പലപ്പോഴും 1ാമത്തെ ചാപ്റ്ററിനാണ് മാറി ചോദിക്കുക അല്ലേ. പക്ഷെ ഇത്തവണ വേണമെങ്കിൽ ചോദിക്കാമെന്നുള്ളൂ. ഞാനൊരു ഓപ്ഷനായി മോഡൽ എക്സാമിന് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ. പിന്നെ 3 മാർക്കിൻ്റെ ഒരു ചോദ്യം. 3 മാർക്ക് ടോപ്പിക്സ് നമുക്ക് ചാലഞ്ചസ് ഫേസ് ബൈ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, നമ്മുടെ സ്വന്തം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ചാലഞ്ചുകൾ എന്തെല്ലാം, അത് നമുക്ക് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം. അതിന് റോൾ ഓഫ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽസ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പങ്കെന്ത്. അതുപോലെ തന്നെ റീഓർഗനൈസ് സ്റ്റേറ്റ് ഇൻ ലിംഗ്വിസ്റ്റിക്, ഭാഷാടിസ്ഥാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യം. പിന്നെ അതുപോലെ ശാസ്ത്രം, ബഹിരാകാശ ഗവേഷണം, അതുപോലെ അച്ചീവ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് റിസർച്ച്. അത് വേണമെങ്കിലൊക്കെ എന്താ പറയുക, ഒരു 3 മാർക്ക് 3 പോയിന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പഞ്ചശീല തത്വങ്ങൾ, പാൻഷീൽ അത് എവിടെയും ചോദിച്ചില്ല.
ഇത്തവണത്തെ പബ്ലിക് എക്സാമിന് ഏറ്റവും കൂടുതൽ പാൻഷേൽ പ്രിൻസിപ്പിൾ ഒരു ചോദ്യം ഉണ്ടാവുന്ന എൻ്റെ മനസ്സ് പറയുന്നത്. അത് കറക്റ്റ് നിങ്ങൾ നീതുള്ളി പഠിച്ചു വെച്ചോളി. പിന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല, കേരളത്തിൻ്റെ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. കാരണം നമ്മുടെ കേരള ഗവൺമെൻറ് ഇട്ട ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ നേട്ടങ്ങളെ പറ്റി ഒരു വിദ്യാർത്ഥി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഔട്ട്കം ഓഫ് ലാൻഡ് റിഫോംസ്, ഭൂപരിഷ്കരണ ഫലങ്ങൾ, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല നേട്ടങ്ങൾ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നമ്മുടെ തന്നെ ഒരു ഐഡിയ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. അതൊന്ന് വായിക്കണം. ഒന്നും വായിക്കാത്തതൊന്നും ചെയ്യാൻ കഴിയില്ല. ആ രീതിയിൽ നിങ്ങൾ പഠിക്കും. ഇനി 1 മാർക്ക് ടോപ്പിക് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പേരുകൾ എം എസ് സ്വാമിനാഥൻ, ഫസൽ അലി, വി പി മേനോൻ, ഹോമി ജഹാംഗീർ ബാബ, ഇത്തരം പേരുകൾ കുറേ നമ്മുടെ ഇതുണ്ട്, ഓരോ അസോസിയേഷൻ. അത് നിങ്ങളൊന്ന് എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ പേരുകൾ വെച്ച് മാസ്റ്റർ ഫോളോയിങ് മാത്രമല്ല 1 വേർഡ് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം. ഓക്കെ, ഞാൻ 1 വേർഡ് തന്നെ ചോദിക്കും, സോറി മാസ്റ്റർ ഫോളോയിങ് മാത്രം ചോദിക്കുന്നല്ല, ഇത് 1 വേർഡ് ആയിട്ടും എന്ത് ചെയ്യാം ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് നോക്കുക. റെഡി. ഇനി ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം, നമ്മുടെ 8ാം ചാപ്റ്റർ 6 മാർക്ക് തന്നെയാണ് വെയിറ്റേജ് പറഞ്ഞത്. 6 മാർക്ക് തന്നെയാണ് ചോദിച്ചത്. 1 മാർക്കിന് 1 വേർഡ് ഉണ്ടായിരുന്നു, 2 മാർക്കിന് ചോദ്യം, 3 മാർക്കിന് ചോദ്യം. ഈ ലെവലിലാണ് ചോദ്യം ചോദിച്ചത് അല്ലേ. ഇവിടെ നിങ്ങൾ ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ്, സാർ ഈ ചാപ്റ്റർ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ചാപ്റ്റർ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി, ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികൾ പറയുന്ന കാര്യമാണ്, നമുക്കിതിൽ ഓൾ മൂവ്മെൻറ്റ് പേര് കാണാതെ പഠിക്കാം. അതായത് ഓൾ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെൻറ്റ് ഉണ്ട്, അതുപോലെ ദളിത് ബാന്തേഴ്സ് ആൻഡ് അത് നിങ്ങൾ ഞാൻ എണ്ണിട്ടുണ്ട് 10, 10, 14, 15 ഞാൻ 5 ഇടാൻ മറന്നുണ്ടോ. ഓക്കെ, 15 എണ്ണം. ഈ 15 എണ്ണം നിങ്ങൾ കറക്റ്റ് കാണാതെ പഠിക്കുക, ആ പേര് മാത്രം. എന്നിട്ട് ആ പേര് പഠിച്ചിട്ട് നിങ്ങൾ അതെന്താണെന്നുള്ള ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ആ ഓട്ടോമാറ്റിക്കലി അതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ നിങ്ങളുടെ തലയിൽ കയറും, 100% കയറും. എന്നിട്ട് കാരണം ഇവിടുന്ന് വലിയൊരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ 1, 2 ഈ മൂവ്മെന്റ്സും അങ്ങനെ ഭയങ്കര സംഭവിക്കും, ഇത് എന്താണ് എന്ന രീതിയിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. അല്ലാതെ എസ് എ ലെവലിൽ ചോദ്യം ചോദിക്കുക, എസ് എ ലെവലിൽ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 4 3 മൂവ്മെന്റ്സ് ഒന്നിച്ച് അങ്ങോട്ട് തരും, എന്നിട്ട് അതിനെപ്പറ്റി എഴുതാനായിരിക്കും ചോദിക്കുക. അങ്ങനെ ഒന്നും ചോദിക്കില്ല എനിക്ക് തോന്നുന്നത്. ഒരു 1 വേർഡ് ലെവലിൽ ചോദ്യങ്ങൾ, ചെറിയ മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ 15 എണ്ണം എഴുതി പഠിക്കുക. ഇങ്ങനെ റിസൈറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഓർമ്മയിൽ കിട്ടും. ഒരു ഓർഡറിലാക്കി പറഞ്ഞാൽ മതി. കുറേ നിങ്ങൾക്ക് പല ഉണ്ടല്ലോ. ആദ്യം പിന്നോക്ക വിഭാഗ കമ്മീഷൻ ഉണ്ട്, അതിൽ പിന്നെ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ, ദളിത് ബാന്തേഴ്സ്, ആൻറ്റി അറാക്ക് മൂവ്മെന്റ് ഒക്കെ വുമൻസ് മൂവ്മെന്റ് ആണ്, നിർഭയ മൂവ്മെന്റ് വുമൻസ് മൂവ്മെന്റ് ആണ്, ഫിഷർമാൻ മൂവ്മെന്റ് ഉണ്ട്, പിന്നെ എൻവിയോൺമെന്റ് മൂവ്മെന്റ് ആയിട്ട് 3 ചിക്കോ മൂവ്മെന്റ്, നർമ്മദ ബച്ചാവ് ആന്തോളൻ, സൈലന്റ് വാലി. ഇനി പെസൻസ് മൂവ്മെന്റ് ആയിട്ട് ഭാരതീയ കിസാൻ യൂണിയൻ, റൈറ്റ് ഇൻഫർമേഷൻ മൂവ്മെന്റ്, വിവരാവകാശ പ്രസ്ഥാനം കഴിഞ്ഞ മോഡൽ ചോദിച്ചാണ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ദ്രവിഡിയ മൂവ്മെന്റ്, ആസാം മൂവ്മെന്റ്, ഓട്ടോണമി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണത്തിന് വേണ്ടിയിട്ട്, ഖലിസ്ഥാൻ മൂവ്മെന്റ്, ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട്. ഇനി ഈ ചാപ്റ്റർ 4 മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചാലഞ്ചുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളി, കമ്മ്യൂണിസം, വർഗീയത വരുന്നുണ്ട്, ടെൻഷൻ ഇൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ വരുന്നുണ്ട്, കറപ്ഷൻ, പിന്നെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ്, ഡിഫെക്ഷൻ, ഇതൊക്കെ ഏതെങ്കിലും ഒന്നോ ഇതിൽ ഏതും വേണമെങ്കിൽ ചോദിക്കാം. ഇനി എസ് എ വേണമെങ്കിൽ ഈ ചാപ്റ്റർ ചോദിക്കാം, 6 മാർക്ക് ഉണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ എമർജൻസി, റോൾ ഓഫ് ഗവർണർ, പിന്നെ ആദ്യ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ട വെല്ലുവിളികൾ, ഇതൊക്കെ കുറച്ചും കൂടി ഇനി അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി എളുപ്പമാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ നമ്മളെ ചാലഞ്ചസ് ഓഫ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരിട്ട വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ, പോയിന്റ് ആയിട്ട് പഠിക്കാൻ എളുപ്പമുള്ള സാധനം. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അടിയന്തരാവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചാണ്, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്തു കേട്ടോ. ഇനി നോ ദ ഇന്ത്യൻ സോഷ്യലിസം, സാമൂഹ്യ വ്യവസ്ഥയെ മനസ്സിലാക്കുക, 3 മാർക്കിൻ്റെ ഒരു വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. 3 മാർക്കിനാണ് കഴിഞ്ഞ മോഡലിൽ ചോദിച്ചത്, 3 മാർക്കിന് ഡയറക്റ്റ് ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ സോഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഈ ഓരോ ആളുകൾ വഹിച്ച പങ്കിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റോൾ ഓഫ് റിലീജിയൻ ആസ് എ സോഷ്യൽ കൺട്രോൾ, മതം ഒരു സാമൂഹ്യ നിയന്ത്രണം എന്ന രീതിയിൽ. അപ്പം മതം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സോഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്ന വലിയ റോളുള്ളതാണ്. അപ്പം അത് സാമൂഹ്യ നിയന്ത്രണം കൂടിയാണ് അല്ലേ. പലപ്പോഴും ഒരു മതവിശ്വാസ പ്രകാരം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മനുഷ്യൻ്റെ ഒരു സാമൂഹ്യ നിയന്ത്രണം കൊണ്ടുവരാറുണ്ട്. അതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സവിശേഷത, ഇന്ത്യൻ ജാതി വ്യവസ്ഥത്തിൻ്റെ, ദ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ദേശീയോഗ്രത്തിൻ്റെ പ്രത്യേകത, ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ, പിന്നെ ചാലഞ്ചസ് ഓഫ് പ്ലൂറിസം, ബഹുസ്വരം നേരിടുന്ന വെല്ലുവിളികളുണ്ടല്ല. അപ്പോൾ ഇത്തരം ടോപ്പിക്സ് നിങ്ങൾ എന്ത് ചെയ്യാവുന്ന ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇതൊരു ചെക്ക് ലിസ്റ്റ് ആണ്. അതായത് നമുക്ക് ഇനി ഇത്രയും എല്ലാം പഠിച്ച കുട്ടികളും ഇനി ഒന്നും പഠിക്കാത്ത ആളുകളും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും ബേസിക്കായി ഈ ചാപ്റ്റർ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യാൻ പറ്റിയൊരു ചെക്ക് ലിസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ ഇത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ബോക്സിൽ നിഹാൽസ് ലേൺ വിത്ത് നിഹാൽ സാറെ കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഇനിയും സമയമുണ്ട് കേട്ടോ, പരീക്ഷയ്ക്ക് പഠിക്കാൻ സമയമുണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ, A+ കിട്ടട്ടെ ഞാൻ ആശംസിക്കുകയാണ്. സോ വൺസ് അഗെയിൻ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു, ബൈ.